ക്രിസ്തുവിൽ വാത്സല്യം നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, തിരുക്കുടുംബത്തിൻ്റെ തിരുനാളിൽ വിചിന്തനത്തിനായി തിരുസഭാ മാതാവ് നമുക്ക് നൽകുന്നത് മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 13 മുതൽ 15 വരെയും 19 മുതൽ 23 വരെയും വാക്യങ്ങളാണ്. ഈ സുവിശേഷ ഭാഗം നമുക്കിപ്പോൾ കേൾക്കാം. അവർ പൊയ്ക്കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അവൻ്റെ അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. ഞാൻ പറയുന്നതുവരെ അവിടെ താമസിക്കുക. കാരണം ഹെറോദേസ് ശിശുവിനെ വധിക്കാനായി അന്വേഷണം തുടങ്ങാൻ പോവുകയാണ്. അവൻ ഉണർന്ന് ശിശുവിനെയും അമ്മയെയും കൂട്ടി ആ രാത്രി തന്നെ ഈജിപ്തിലേക്ക് പോയി. ഹെറോദേസിന്റെ മരണം വരെ അവൻ അവിടെ താമസിച്ചു. ഈജിപ്തിൽ നിന്ന് ഞാൻ എൻ്റെ പുത്രനെ വിളിച്ചു എന്ന പ്രവാചകനിലൂടെ കർത്താവ് അരുൾ ചെയ്തത് പൂർത്തിയാകേണ്ടതിനായിരുന്നു ഇത്. ഹെറോദേസിന്റെ മരണത്തിനു ശേഷം ഈജിപ്തിൽ വച്ച് കർത്താവിൻ്റെ ദൂതൻ ജോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അവൻ്റെ അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് മടങ്ങുക. കാരണം ശിശുവിൻ്റെ ജീവൻ അന്വേഷിച്ചവർ മരിച്ചിരിക്കുന്നു. അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് പോയി. അർക്കലാവോസ് അവൻ്റെ പിതാവായ ഹെറോദേസിന്റെ സ്ഥാനത്ത് യൂദയ ഭരിക്കുന്നു എന്ന് കേട്ടപ്പോൾ അവിടേക്ക് പോകാൻ ജോസഫ് ഭയപ്പെട്ടു. സ്വപ്നത്തിന് ലഭിച്ച മുന്നറിയിപ്പ് അനുസരിച്ച് അവൻ ഗലീലി പ്രദേശത്തേക്ക് പോയി. അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടും എന്ന് പ്രവാചകന്മാർ വഴി അരുൾ ചെയ്യപ്പെട്ടിരുന്നത് പൂർത്തിയാകേണ്ടതിന് അവൻ നസ്രത്ത് എന്ന പട്ടണത്തിൽ പോയി താമസിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. മനുഷ്യകുലത്തെ സ്നേഹിച്ചതുകൊണ്ട് ദൈവം മഹിമ വെടിഞ്ഞ് മനുഷ്യനായി അവതരിച്ചു. ബെത്ലഹേമിലെ പുൽക്കൂട്ടിൽ ജനിച്ചുകൊണ്ട് അവിടുന്ന് എല്ലാ കുടുംബങ്ങളെയും ആശീർവദിക്കുകയായിരുന്നു. നസ്രത്തിലെ തിരുക്കുടുംബം നമുക്ക് മാതൃകയും പ്രചോദനവും പ്രതീക്ഷയുമാണ്. നസ്രത്തിലെ തിരുക്കുടുംബത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന വേളയിൽ നമ്മുടെയും കുടുംബങ്ങളെ കുറിച്ച് പരിചിന്തനം ചെയ്യുന്നത് തികച്ചും അർത്ഥവത്താണ്. നമ്മുടെ കുടുംബ ജീവിതവും സാമൂഹിക ജീവിതവും എങ്ങനെ ആയിരിക്കണം എന്നതിൻ്റെ മാതൃകയാണ് നസ്രത്തിലെ തിരുക്കുടുംബം. സാധാരണത്വത്തിൽ നിലകൊള്ളുന്ന അസാധാരണത്വമാണ് തിരുക്കുടുംബത്തിൻ്റെ സവിശേഷത. പരസ്പര സ്നേഹത്തിൻ്റെയും ശക്തിപ്പെടുത്തലിൻ്റെയും ആദരവിൻ്റെയും ശ്രേഷ്ഠ മാതൃക തിരുക്കുടുംബത്തിൽ നാം കാണുന്നു. നമുക്കറിയാവുന്നതുപോലെ യേശുവിൻ്റെയും മറിയത്തിൻ്റെയും യൗസേപ്പിൻ്റെയും ജീവിതം ഒരു പട്ടുമെത്തയായിരുന്നില്ല. മറിച്ച് പ്രയാസങ്ങളും പ്രതിസന്ധികളും സംഘർഷങ്ങളും ഉത്കണ്ഠകളും നിറഞ്ഞതായിരുന്നു. വിവാഹ നിശ്ചയത്തിനു ശേഷം ഭർത്താവുമായി ഒന്നിക്കുന്നതിന് മുമ്പ് മറിയം ഗർഭിണിയായി കാണപ്പെട്ടതും ഹെറോദേസിന്റെ ഭീഷണിക്ക് മുമ്പിൽ ഈജിപ്തിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നതും ബാലനായ യേശുവിനെ ദേവാലയത്തിൽ കാണാതാകുന്നതും ഒടുവിൽ ഒരു കുറ്റവാളിയെ പോലെ കുരിശു വഹിച്ചുകൊണ്ട് യേശു കാൽവരി കയറുന്നതും മനുഷ്യ ജീവിതത്തിൻ്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇപ്രകാരമുള്ള വേദനയുടെയും പ്രതിസന്ധികളുടെയും സന്ദർഭത്തിൽ തിരുക്കുടുംബം അഭ്യസിച്ച പുണ്യങ്ങളും പരസ്പര ശക്തിപ്പെടുത്തലും മനസ്സിലാക്കലും ആദരവും കുടുംബജീവിതത്തിൽ ഏവരും അനുകരിക്കേണ്ട പാഠങ്ങളാണ്. നിയമങ്ങളോടുള്ള വിധേയത്വം തിരുക്കുടുംബത്തിൻ്റെ മുഖമുദ്രയായി നമുക്ക് കാണാം. യേശുവിൻ്റെ മാതാപിതാക്കൾ അക്കാലത്തെ നിയമങ്ങൾക്ക് വിധേയരായി ജീവിച്ചു. രാജകൽപ്പന ദൈവകൽപ്പനയായി കണ്ടുകൊണ്ടാണ് ഗർഭിണിയായ മറിയത്തെയും കൂട്ടി പേരെഴുതിക്കാൻ യൗസേപ്പ് പിതാവ് ബെത്ലഹേമിലേക്ക് യാത്ര പുറപ്പെടുന്നത്.
തങ്ങൾ നിയമങ്ങൾക്ക് മുകളിലുള്ളവരാണ് എന്ന് കരുതിയില്ല. മറിച്ച് നിയമങ്ങൾ ജീവിതം സാധ്യമാക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞു. സാധാരണ ജീവിതത്തിലും അസാധാരണമായ ദൈവീക ചൈതന്യവും വിശുദ്ധിയും സാധ്യമാണെന്ന് തിരുക്കുടുംബം നമ്മെ പഠിപ്പിക്കുന്നു. പല വിശുദ്ധരുടെയും ജീവിതവും ഇതുതന്നെയാണ് സുവ്യക്തമാക്കുന്നത്. വിശുദ്ധരെല്ലാവരും അസാധാരണമായ കാര്യങ്ങൾ ചെയ്തവരല്ല, മറിച്ച് സാധാരണ കാര്യങ്ങൾ അസാധാരണമായ സമർപ്പണത്തോടും ദൈവാശ്രയ ബോധത്തോടും കൂടി പൂർത്തിയാക്കിയവരാണ്. വ്യക്തിത്വ രൂപീകരണത്തിൽ നമുക്കറിയാവുന്നതുപോലെ സുപ്രധാനമായ പങ്കുവഹിക്കുന്ന ഘടകമാണ് ഏതൊരാളെയും സംബന്ധിച്ചിടത്തോളവും കുടുംബം. കുടുംബം പ്രഥമ ദേവാലയവും പ്രഥമ വിദ്യാലയവുമാണ്. കുടുംബത്തിൽ നിന്ന് ലഭിക്കുന്ന അനുഭവങ്ങളുടെ കുഴൽക്കണ്ണാടിയിലൂടെയാണ് ഓരോ കുഞ്ഞും ഈ ലോകത്തെ നോക്കിക്കാണുന്നത്. പല്ലില്ലാത്ത മോണകാട്ടി കരഞ്ഞുകൊണ്ട് ഈ ഭൂമുഖത്തേക്ക് വരുന്ന ഓരോ കുഞ്ഞും അനന്ത സാധ്യതയുടെ നിറകുടമാണ്. ഒടുവിൽ ആ കുഞ്ഞ് ഒരു മാലാഖയോ മരത്തവളയോ ആയിത്തീരുന്നതിൽ സുപ്രധാനമായ പങ്കുവഹിക്കുന്നത് കുടുംബം തന്നെയാണ്. പിന്നെ ഞാനും നിങ്ങളും ഉൾക്കൊള്ളുന്ന സമൂഹവും. ഭാരതത്തിന്റെ മിസ്റ്റിക് കവിയായ ടാഗോർ പറഞ്ഞു, ഈ ഭൂമിയിൽ ജനിക്കുന്ന ഓരോ കുഞ്ഞും പ്രഘോഷിക്കുന്നത് ദൈവത്തിന് മനുഷ്യരുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന്. മനുഷ്യന്റെ സാധ്യതകൾ ദൈവീകതയെ സ്പർശിച്ചു നിൽക്കുന്നു. മനുഷ്യാവതാരം പ്രഘോഷിക്കുന്ന വലിയ സത്യം ഇതാണ്. ആദ്യ നൂറ്റാണ്ടിലെ പ്രശസ്ത ദൈവശാസ്ത്രജ്ഞനായ ഒറിജിൻ പറഞ്ഞു, ദൈവം മനുഷ്യനായി തീർന്നത് എന്തിനെന്നോ, മനുഷ്യന് ദൈവമാകാൻ വേണ്ടി. ഗ്ലോറി ഓഫ് ഗാഡ് ഈസ് ഹ്യൂമൻ ബീയിങ് ഫുള്ളി അലൈവ് എന്ന വാക്യവും ഈ മാനുഷിക ദൈവിക ബന്ധത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ആംഗല ഭാഷയിൽ ഒരു ചൊല്ലുണ്ട്, എ ഹൗസ് ഈസ് ബിൽറ്റ് ബൈ ഹാൻഡ്സ് ബട്ട് എ ഹോം ഈസ് ബിൽറ്റ് ബൈ ഹാർട്ട്സ്. കരങ്ങൾ കൊണ്ട്, കല്ലും മണ്ണും കൊണ്ട് നമുക്ക് വീടുണ്ടാക്കാം, എന്നാൽ ഒരു കുടുംബം ഉണ്ടാക്കേണ്ടത് ഹൃദയങ്ങൾ കൊണ്ടാണ്. പുതിയ തലമുറയ്ക്ക് ജീവിത മൂല്യങ്ങളും വിശ്വാസവും നാം പകർന്നു നൽകേണ്ടത് ജീവിത മാതൃകയിലൂടെയാണ്, അഥവാ ജീവിത സാക്ഷ്യത്തിലൂടെയാണ്. രണ്ടാമത്തെ ക്രിസ്തു എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ് അസീസി അതുകൊണ്ടാണ് പറഞ്ഞത്, എപ്പോഴും ദൈവവചനം പ്രഘോഷിക്കുക, ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാക്കുകൾ ഉപയോഗിക്കുക. എന്തെന്നാൽ നാം എന്തായിരിക്കുന്നുവോ അത് നമ്മുടെ വാക്കുകളേക്കാൾ ശബ്ദായമാനമാണ്. പുതിയ തലമുറയ്ക്ക് വിശ്വാസത്തിൻ്റെയും വിശ്വസ്നേഹത്തിൻ്റെയും മൂല്യങ്ങൾ പകർന്നു നൽകേണ്ടത് കുടുംബ പശ്ചാത്തലത്തിൽ തന്നെയാണ്. അവിടെ നിന്ന് ലഭിക്കുന്ന ആദ്യ പാഠങ്ങളുടെ അടിത്തറയിൽ നിന്ന് മാത്രമേ മറ്റ് വികസനത്തിന് ആവശ്യമായ കാര്യങ്ങൾ നമുക്ക് പടുത്തുയർത്താനാവുകയുള്ളൂ. അതിനാൽ കുടുംബത്തിന്റെ മഹത്വം നമുക്ക് മറക്കാതിരിക്കാം. പേർഷ്യൻ കവിയായ ഖലീൽ ജിബ്രാന്റെ പ്രശസ്തമായ ഒരു പുസ്തകമാണ് പ്രവാചകൻ. കുഞ്ഞിനെ മുലയൂട്ടുന്ന അമ്മയുടെ ആഗ്രഹ പ്രകാരം പ്രവാചകൻ മാതാപിതാക്കളോട് പറഞ്ഞത് ഇങ്ങനെയാണ്, പ്രിയ മാതാപിതാക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളല്ല. അവർ നിങ്ങളിലൂടെ വരുന്നെങ്കിലും അവർ നിങ്ങളിൽ നിന്നല്ല. തന്നെ തേടുന്ന ജീവിത അഭിവാഞ്ചയുടെ മകനും മകളുമാണവർ. അവർക്ക് നിങ്ങളുടെ സ്നേഹം കൊടുക്കുക, എന്നാൽ നിങ്ങളുടെ ചിന്തകൾ വേണ്ട. അവരുടെ ശരീരത്തിന് അഭയമേകുക, എന്നാൽ അവരുടെ ആത്മാവിന് അഭയമേകേണ്ടതില്ല. എന്തെന്നാൽ നിങ്ങൾക്ക് സ്വപ്നത്തിൽ പോലും കടന്നു ചെല്ലാനാവാത്ത നാളെയുടെ കുടീരങ്ങളിലാണ് അവരുടെ ആത്മാക്കൾ വസിക്കുന്നത്. അവരെ നിങ്ങളെപ്പോലെയാക്കാൻ ശ്രമിക്കരുത്, എന്നാൽ നിങ്ങൾക്ക് അവരെ പോലെയാകാൻ പരിശ്രമിക്കാം.
എന്തെന്നാൽ ജീവിതം ഒരിക്കലും പിന്നോട്ടോടുകയോ ഇന്നലകളിൽ നിവസിക്കുകയോ ചെയ്യുന്നില്ല. അർത്ഥഗർഭമായ ഈ വാക്കുകളെ കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. കുടുംബം സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നിസ്വാർത്ഥ സ്നേഹത്തിൻ്റെയും വിളനിലമായി മാറണം. കൂടുമ്പോൾ ഇമ്പമുള്ളത് കുടുംബം എന്നൊരു വ്യാഖ്യാനമുണ്ട്. എന്നാൽ ഈ ആധുനിക ലോകത്ത് പലപ്പോഴും തലമുറകളുടെ വിടവും ഞാൻ ഭാവവും കുടുംബാന്തരീക്ഷത്തെ കലുഷിതമാക്കി മാറ്റാറുണ്ട്. തങ്ങളെ കൂടാതെ ഇന്നലകൾ നിലനിന്നിരുന്നു എന്ന് ഇന്നത്തെ പുതുതലമുറയും തങ്ങളെ കൂടാതെ നാളുകൾ നിലനിൽക്കുമെന്ന് തലനറച്ച തലമുറയും തിരിച്ചറിയണം. ആ തിരിച്ചറിവിൽ നിന്ന് ആദരവിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും ഒരു പുതിയ സംസ്കാരം ഉടലെടുക്കുക തന്നെ വേണം. കുടുംബത്തെ നിർവചിക്കുക എന്നത് എളുപ്പമുള്ള ഒരു കാര്യമല്ല. സുഖ സൗകര്യങ്ങളേറെ വർദ്ധിച്ചിരിക്കുന്നുവെങ്കിലും പലപ്പോഴും പലരും തങ്ങളുടെ സ്വകാര്യ ജീവിതത്തിൻ്റെ തടവറയിൽ പെട്ടുപോകാറുണ്ട്. തിരുക്കുടുംബത്തിന്റെ തിരുനാൾ ആഘോഷം ക്രൈസ്തവ കുടുംബം എപ്രകാരമായിരിക്കണം എന്ന് ചിന്തിക്കാൻ നമ്മെ ക്ഷണിക്കുന്നു. കുടുംബം യഥാർത്ഥ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വിളനിലമാകാൻ എന്ത് മുൻഗണനാക്രമമാണ് നാം സ്വീകരിക്കുന്നത്? സന്തോഷത്തെ സൂചിപ്പിക്കാൻ ജോയ് എന്ന ഇംഗ്ലീഷ് പദം ഉപയോഗിക്കാറുണ്ട്. JOY. ആ വാക്ക് ഒരു ചുരുക്ക രൂപമായി കണക്കാക്കുകയാണെങ്കിൽ ജെ എന്നത് ജീസസിനെ സൂചിപ്പിക്കുന്നു. ജീസസിനാണ് നാം മുൻഗണന നൽകേണ്ടത്. തിരുക്കുടുംബത്തിന്റെ വിജയവും അതുതന്നെയായിരുന്നു. ജീസസിൽ കേന്ദ്രീകൃതമായ ജീവിതം. ഓ അതേഴ്സ്, മറ്റുള്ളവർക്ക് വേണ്ടി നിലകൊള്ളുന്നു. സ്വന്തം താല്പര്യങ്ങളെക്കാൾ ഉപരിയായി അപരന്റെ താല്പര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുകയും സ്വയം ത്യജിക്കാൻ തയ്യാറാകുകയും ചെയ്യുമ്പോൾ കുടുംബങ്ങളിൽ അത്ഭുതങ്ങൾ അരങ്ങേറുന്നു. വൈ എന്നത് യു എന്ന വാക്കിനെ സൂചിപ്പിക്കുന്നു. നിങ്ങൾ വരേണ്ടത് അവസാനമാണ്. യേശുവിന് മുൻതൂക്കം കൊടുക്കുകയും പിന്നീട് മറ്റുള്ളവർക്ക് മുൻതൂക്കം കൊടുക്കുകയും മൂന്നാമതായി നിങ്ങൾ വരികയും ചെയ്യുമ്പോൾ കുടുംബത്തിൽ സന്തോഷം അലതല്ലുക തന്നെ ചെയ്യും. എ ഫാമിലി ദാറ്റ് പ്രേസ് ടുഗെദർ സ്റ്റേസ് ടുഗെദർ എന്നൊരു ചൊല്ലുണ്ട്. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമിച്ച് നിലനിൽക്കുക തന്നെ ചെയ്യും. എത്രമാത്രം തിരക്കുണ്ടായിരുന്നാലും കുടുംബാംഗങ്ങൾ ഒരുമിച്ച് അല്പസമയമെങ്കിലും പ്രാർത്ഥിക്കുവാൻ സമയം കണ്ടെത്തുക. വിജയകരമായ കുടുംബജീവിതത്തിന് ഫ്രാൻസിസ് പാപ്പ നൽകുന്ന 3 വാക്യങ്ങളുണ്ട്. ആ 3 വാക്യങ്ങൾ ഇതാണ്: താങ്ക്സ്, സോറി, പ്ലീസ്. പരസ്പരം നന്ദിയുള്ളവരായിരിക്കുക. പലപ്പോഴും കുടുംബത്തിലെ കാര്യങ്ങൾക്ക് പ്രത്യേകിച്ച് നന്ദി പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് നാം ചിന്തിച്ചു പോയേക്കാം. രണ്ടാമതായി വന്നുപോയ വീഴ്ചകൾക്ക് മാപ്പപേക്ഷിക്കുക. സോറി എന്ന വാക്ക് അതിനെ സൂചിപ്പിക്കുന്നു. പ്ലീസ് എന്ന വാക്ക് പരസ്പരം ഉണ്ടായിരിക്കേണ്ട ആദരവിനെയും സൂചിപ്പിക്കുന്നു. നമ്മുടെയും കുടുംബങ്ങളെ തിരുക്കുടുംബത്തിന് അനുരൂപമാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തൻ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. യേശുവിൽ പ്രിയ സഹോദരങ്ങളെ, മലങ്കര കത്തോലിക്ക സഭയുടെ ആരാധനക്രമമനുസരിച്ച് യൽദ പെരുന്നാളിന് ശേഷമുള്ള ആദ്യ ഞായറാഴ്ചയിലേക്കാണ് നമ്മൾ ഇന്ന് അടുത്തു വരിക. ഡിസംബർ മാസം 29-ാം തീയതി ഞായറാഴ്ച നമ്മൾ ദേവാലയത്തിൽ വരുമ്പോൾ നമ്മൾ വായിച്ചു കേൾക്കുന്ന വിശുദ്ധ ഏവൻഗേലിയോൻ ഭാഗം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 41 മുതൽ 52 വരെയുള്ള തിരുവചനങ്ങളാണ്. ഇതാണ് നമ്മൾ വായിച്ചു കേൾക്കുക. യേശുവിൻ്റെ ജനനത്തിന് ശേഷം വിശുദ്ധ വേദപുസ്തകത്തിലൂടെ വിശുദ്ധ ലൂക്കോസ് സുവിശേഷകൻ നമ്മെ അറിയിക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യത്തെക്കുറിച്ചുള്ള വിവരണമാണ് നമുക്ക് ഇവിടെ ലഭിക്കുക. ഇവിടെ യേശുവിൻ്റെ മാതാപിതാക്കൾ അവരുടെ നിയമമനുസരിച്ചുള്ള ശുശ്രൂഷകൾ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്.
41 തിരുവചനത്തിൽ ഇങ്ങനെയാണ് പറയുക: യേശുവിൻ്റെ മാതാപിതാക്കന്മാർ ആണ്ടുതോറും പെസഹ തിരുനാളിന് ജെറുസലേമിൽ പോയിരുന്നു. ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: യേശുവിൻ്റെ മാതാപിതാക്കന്മാർ പെസഹ തിരുനാളിന് ആണ്ടുതോറും മുടക്കമില്ലാതെ പോയിരുന്നു എന്നുള്ളതാണ്. അതായത് ഒരു തിരുനാളുകളും മുടക്കിയിരുന്നില്ല, പെസഹ തിരുനാളുകളൊന്നും മുടക്കിയിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അവന് 12 വയസ്സായപ്പോൾ പതിവനുസരിച്ച് അവർ തിരുനാളിന് പോയി. യേശുവിൻ്റെ 12ാമത്തെ വയസ്സിൽ നടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ലൂക്കോസ് സുവിശേഷകൻ ഇവിടെ വ്യക്തമാക്കുക. അവന് 12 വയസ്സായപ്പോൾ പതിവനുസരിച്ച്. അപ്പോൾ എല്ലാ വർഷവും കാലാകാലങ്ങളായി അവർ നിവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു ശുശ്രൂഷയുടെ ഭാഗമാണിത്. അതായത് എല്ലാ വർഷവും പെസഹ തിരുനാളിന് ജെറുസലേമിൽ യേശുവിൻ്റെ മാതാപിതാക്കൾ പോയിരുന്നു. യേശുവിനെയും കൂട്ടിക്കൊണ്ടാണ് ഈ യാത്രകളെല്ലാം. അതിൻ്റെ കാരണം നിയമമനുസരിച്ച് ജീവിക്കുന്നവരായിരുന്നു യേശുവിൻ്റെ മാതാപിതാക്കൾ. യഹൂദന്മാരുടെ ആചാരമനുസരിച്ചും നിയമമനുസരിച്ചും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒന്നും അവർക്കുണ്ടായിരുന്നില്ല. ദൈവകൽപ്പന പ്രകാരം ജീവിച്ചവരും നിയമമനുസരിച്ച് ജീവിച്ചവരും ദൈവഹിതമനുസരിച്ച് പെരുമാറിയിരുന്നവരുമായിരുന്നു യേശുവിൻ്റെ മാതാപിതാക്കളായ ജോസഫും മറിയവും. അതുകൊണ്ട് തന്നെയാണ് മുടക്കം കൂടാതെ അവർ പെസഹ തിരുനാളിൽ സംബന്ധിച്ചു എന്ന് തിരുവചനത്തിലൂടെ നമ്മൾ വായിക്കുന്നത്. തീഷ്ണമതികളായ യഹൂദന്മാർ, യഥാർത്ഥത്തിൽ ജീവിത തീഷ്ണതയുള്ള യഹൂദന്മാർ ആചരിച്ചിരുന്ന, മുടക്കം കൂടാതെ ആചരിച്ചിരുന്ന തിരുനാളുകളായിരുന്നു പെസഹായും പന്തക്കുസ്ത തിരുനാളും കൂടാര തിരുനാളും. ഇത് ഇവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ദൈവം അവരുടെ ജീവിതത്തിൽ എങ്ങനെ ഇടപെട്ടു എന്നുള്ളതിൻ്റെ തെളിവായിട്ടാണ് അവരിതിനെ കാണുക. ദൈവത്തിന് നന്ദി പറയാനും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനും വേണ്ട അവസരങ്ങളായിട്ട് അവർ ഇതിനെ കരുതിയിരുന്നു. അപ്പോൾ വളരെ നിർബന്ധമായിരുന്നു ഈ തിരുനാളുകളിൽ യഹൂദരെല്ലാവരും സംബന്ധിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നിയമം പാലിക്കുന്നവരും ആചാരമനുസരിച്ച് ജീവിക്കുന്നവരുമായ യേശുവിൻ്റെ മാതാപിതാക്കൾ യേശുവിനെയും കൂട്ടി എല്ലാ വർഷവും പെസഹ തിരുനാളിന് ജെറുസലേം ദേവാലയത്തിൽ പോയിരുന്നത്. യേശുവിന് 12 വയസ്സായപ്പോൾ 12 വയസ്സിൽ നടന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് ഇവിടെ സുവിശേഷത്തിൽ വിവരിക്കുക. പതിവ് പോലെ അവർ യേശുവിനെയും കൊണ്ട് ജെറുസലേം ദേവാലയത്തിലേക്ക് പെസഹ തിരുനാളിന് യാത്രയാവുകയാണ്. നിരവധി ദിവസങ്ങൾ എടുക്കുന്ന ഒരു യാത്രയായിരിക്കാം. നിരവധി ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്ന് പെസഹ തിരുനാളിൽ സംബന്ധിക്കുന്നതിന് വേണ്ടി ജെറുസലേം ദേവാലയത്തിൽ പതിവായി എത്തുന്ന രീതി ഉണ്ടായിരുന്നു. അവിടെ വെച്ച് പെസഹ തിരുനാളിൽ സംബന്ധിച്ച് തിരികെ പോകുമ്പോഴാണ് തങ്ങളുടെ കൂട്ടത്തിൽ ബാലനായ യേശു ഇല്ല എന്ന് അവർ തിരിച്ചറിയുന്നത്. മാതാപിതാക്കളെ സംബന്ധിച്ച് അതൊരു വലിയ വിഷമത്തിന് ഇടയായ കാരണമാണ്. അവിടെ ശുശ്രൂഷകളെല്ലാം പൂർത്തിയാക്കി പല സംഘങ്ങളായിട്ട് ആളുകൾ തിരികെ വരുമ്പോൾ, അങ്ങനെ ഒരുമിച്ച് അവർ തിരിച്ചു വരുന്ന സമയത്ത് മറിയം മനസ്സിലാക്കുന്നു കൂട്ടത്തിൽ യേശു ഇല്ല എന്ന് പരിശുദ്ധ മറിയം മനസ്സിലാക്കുകയാണ്. പരിശുദ്ധ മറിയം അന്വേഷിച്ചു, എവിടെയാണ് തൻ്റെ മകൻ? അവിടെ അന്വേഷിക്കുകയാണ്. ഏകദേശം ഒരു ദിവസത്തെ വഴി പിന്നിട്ടപ്പോഴാണ് അവർക്ക് മനസ്സിലായത് തങ്ങളുടെ കൂട്ടത്തിൽ യേശു ഇല്ല എന്ന് അവർ തിരിച്ചറിയുന്നു. അവരെ സംബന്ധിച്ച് അത് വലിയ വിഷമകരമായ ഒരു കാര്യമാണ്. അവർ ബന്ധുക്കളുടെ ഇടയിൽ അന്വേഷിച്ചു, യാത്രക്കാരുടെ ഇടയിൽ അന്വേഷിച്ചു, കണ്ടില്ല. ഉടനെ അവർ തിരിച്ച് ദേവാലയത്തിലേക്ക് നടക്കുകയാണ്. എവിടെയാണ് നഷ്ടപ്പെട്ടത്? കൂട്ടത്തിൽ അന്വേഷിച്ചിട്ട് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. അവർ തിരികെ ദേവാലയത്തിലേക്ക് എത്തുകയാണ്. അവിടെ ഉണ്ടാകും എന്ന ചിന്തയിൽ വളരെ അസ്വസ്ഥരായിട്ട് വളരെ പ്രയാസത്തോടു കൂടിയാണ് പരിശുദ്ധ മറിയവും യൗസേപ്പ് പിതാവും യേശുവിനെ അന്വേഷിച്ച് ദേവാലയത്തിലേക്ക് വരിക. അവിടെ അവർ കടന്നു വരുമ്പോൾ അവരെ അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് അവർ കാണുക. അവിടെയുള്ള ആളുകളുമായിട്ട് യേശു സംസാരിച്ചു കൊണ്ടിരിക്കുന്നതാണ് അവർ കാണുക. ഉപാധ്യായന്മാരുമായിട്ട് തങ്ങളുടെ മകൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുവെന്നാണ് തിരുവചനത്തിൽ നമ്മൾ വായിക്കുക.
എന്താണ് ഇവരുടെ സംസാരത്തിന്റെ വിഷയം? ദൈവിക രഹസ്യങ്ങളെക്കുറിച്ചാണ് ഇവർ സംസാരിക്കുക. ദൈവിക പദ്ധതികളെക്കുറിച്ച് ഇവർ സംസാരിക്കും. അങ്ങനെ നിരവധി പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു അവസരമാണ് അവിടെയുള്ളത്. സാധാരണ ജനങ്ങൾ അവരുടെ സംശയങ്ങൾ ചോദിക്കും. പ്രവചനങ്ങളുടെ പൂർത്തീകരണം എങ്ങനെയാണ്? അല്ലെങ്കിൽ ദൈവം എങ്ങനെയാണ് ചരിത്രത്തിൽ ഇടപെട്ടത്? ദൈവം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ദൈവിക പദ്ധതികൾ എന്തൊക്കെയായിരുന്നു? അങ്ങനെ ദൈവവുമായിട്ട് ബന്ധപ്പെടുത്തി ഉള്ള അനേകം കാര്യങ്ങളെക്കുറിച്ചാണ് അവർ സംസാരിക്കുക. സാധാരണക്കാരായ ആളുകൾ അവരുടെ സംശയങ്ങൾ ചോദിക്കുന്നു. എന്നാൽ ബാലനായ യേശുവാകട്ടെ അവരുമായിട്ടുള്ള തർക്കത്തിലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതായത് യേശുവിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ പിന്നീട് യേശുവിൻ്റെ പരസ്യ ജീവിതവും അവിടുന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ബന്ധപ്പെടുത്തിയുള്ള നിരവധി കാര്യങ്ങളാണ് യേശു അവിടെ സംസാരിക്കുക. അവരുടെ ചിന്തകൾക്കും അപ്പുറമുള്ള വലിയ രഹസ്യങ്ങളെക്കുറിച്ച് യേശുവിനെ മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ വലിയ ആളുകളുമായിട്ട്, പണ്ഡിതന്മാരുമായിട്ട് തങ്ങളുടെ മകൻ, 12 വയസ്സുള്ള മകൻ തർക്കിക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് അതിശയമായി. ഒന്നാമത്, മകനെ നഷ്ടപ്പെട്ടിട്ടുള്ള വേദനയിലാണ് അവർ ദേവാലയത്തിലേക്ക് കടന്നു വരിക. അതിൻ്റെ അസ്വസ്ഥതകളുണ്ട്, വിഷമതകളുണ്ട്, അതിൻ്റെ പ്രയാസങ്ങളുണ്ട്. ദേവാലയത്തിൽ വെച്ച് അവനെ കാണുമ്പോൾ ഒരു വലിയ സന്തോഷം അവർക്ക് ഉണ്ടാകുന്നു. നഷ്ടപ്പെട്ടത് തിരികെ കിട്ടിയ ഒരു വലിയ സന്തോഷത്തിലേക്കാണ് മറിയവും യൗസേപ്പും കൂടെ കടന്നു വരിക. ഇനി അതുമാത്രമല്ല, മൂന്നാമതായിട്ട് നടക്കുന്ന കാര്യം, അവിടെ പണ്ഡിതന്മാരുമായിട്ടുള്ള തർക്കത്തിൽ തങ്ങളുടെ മകനായിരിക്കുമ്പോൾ അതവരെ വളരെയധികം ആശ്ചര്യപ്പെടുത്തുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സാധാരണ മാതാപിതാക്കളെ പോലെ അവർ പറയുന്നു, നിന്റെ പിതാവും ഞാനും എത്രയോ വിഷമിച്ചു, നിന്നെ ഞങ്ങൾ അന്വേഷിച്ചു നടക്കുകയായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് യേശുവിനെ കാണുമ്പോൾ പരിശുദ്ധ മറിയം പറയുക. അപ്പോൾ യേശുവിൻ്റെ മറുപടി ഇതാണ്: എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ ഞാൻ വ്യാപൃതനാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നില്ലേ? എൻ്റെ പിതാവിനെ കുറിച്ചുള്ള കാര്യങ്ങളിൽ ഞാൻ വ്യാപൃതനായിരിക്കുന്നു എന്നാണ് യേശു പറയുന്നതിൻ്റെ മറുപടി. ഒരു പൂർത്തീകരണമാണ് തൻ്റെ ജീവിതത്തിലൂടെ നടക്കാൻ പോകുന്നത്. ആ പൂർത്തീകരണം എന്നിലൂടെയാണ്. ഈ ലോകത്തിന് രക്ഷ കൊടുക്കുന്നതിന് വേണ്ടി കടന്നു വന്നവൻ ഞാനാണ് എന്ന് തൻ്റെ വാക്കുകളിലൂടെ ഇവരെ ഓർമ്മിപ്പിക്കുകയായിരിക്കാം അവിടുന്ന് ചെയ്യുക. ഈ പൂർത്തീകരണം താനാണ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി ബാലനായ യേശു പരിശ്രമിച്ചിരിക്കാം. ഇങ്ങനെ നിരവധി കാര്യങ്ങളാണ് ഈ തിരുവചന ഭാഗത്തിലൂടെ നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നത്. അനേക കാര്യങ്ങളെക്കുറിച്ച് യേശു തമ്പുരാൻ ഇവിടെ പറയുന്നുണ്ട്. ബാലനായ യേശു ഇവരുമായിട്ടുള്ള തർക്കത്തിൽ ഇടപെടുന്നുണ്ട്. യേശുവിൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം നടക്കുന്ന സമയമാണ് ഈ ജെറുസലേം ദേവാലയം. അത് 12-ാമത്തെ വയസ്സിൽ നടന്ന ഒരു സംഭവത്തിൻ്റെ വിശദീകരണമാണ് നമ്മളിവിടെ കാണുക. അപ്പോൾ അതിന് മറുപടിയായിട്ട്, തങ്ങൾ ഇത്രയധികം അന്വേഷിച്ചു നിന്നെ, എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങളുടെ കൂടെ വന്നില്ല, ഇതിനെക്കുറിച്ചുള്ള ആകുലതകൾ മറിയം പങ്കുവെക്കുമ്പോൾ, എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ ഞാൻ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ എന്ന മറുപടി പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ മറിയത്തിന് സാധിച്ചില്ല എന്നുള്ളതാണ്. അവർ ഗ്രഹിച്ചില്ല, അവർക്ക് അതിൻ്റെ അർത്ഥം പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയില്ല. പിന്നീട് യേശു വന്ന് ഭവനത്തിൽ അവർക്ക് വിധേയനായിട്ട് താമസിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അവൻ്റെ അമ്മ ഈ കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. വലിയ കാര്യങ്ങളെക്കുറിച്ചാണ് യേശു ഇവിടെ അമ്മയെ ഓർമ്മിപ്പിക്കുക. തൻ്റെ രക്ഷാകര പദ്ധതി എന്താണ് എന്നതിനെക്കുറിച്ചാണ് ഇവിടെ വ്യക്തമായിട്ട് യേശു തമ്പുരാൻ അതിന് സൂചന നൽകുക. അപ്പോൾ രക്ഷാകര പദ്ധതിയിലേക്ക് വിളിക്കപ്പെട്ടവരാണ് നാമേവരും എന്ന തിരിച്ചറിവുണ്ടാകുമ്പോഴാണ് നമുക്കും ഒരു വലിയ ഉയർച്ച ഉണ്ടാവുക. ജെറുസലേം ദേവാലയവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പിന്നീട് യേശുവിൻ്റെ ജീവിതത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കുക. നമ്മൾ രക്ഷാകര പദ്ധതിയിലെ അംഗങ്ങളാണ് എന്ന് തിരിച്ചറിയുമ്പോൾ, എൻ്റെ ദൈവവുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കണം എൻ്റെ ജീവിതത്തിലെ സകല കാര്യങ്ങളും.
ദൈവത്തോട് സംസാരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തീരുമാനമെടുക്കുമ്പോൾ ദൈവവുമായിട്ട് ബന്ധപ്പെടുത്തി എൻ്റെ ജീവിതത്തെ ഞാൻ തയ്യാറാക്കുകയാണ്. ഏത് കാര്യങ്ങളിലും ദൈവവുമായിട്ടുള്ള ബന്ധം നിലനിൽക്കുമ്പോഴാണ് ജീവിത വിജയം ഒരാൾക്ക് ലഭിക്കുക, ഉന്നതി ലഭിക്കുക, സമൂഹത്തിൽ ഉയർച്ച ലഭിക്കുക, അറിവ് ലഭിക്കുക, ജ്ഞാനം ലഭിക്കുന്നത്. ഇതെല്ലാം ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുമ്പോഴാണ്. അതേപോലെ തന്നെ ബന്ധപ്പെട്ട് കഴിയുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ദേവാലയം നമുക്ക് നൽകിയിട്ടുള്ളത്. നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ശുശ്രൂഷകൾ, നമ്മുടെ കൂദാശകൾ, നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മുഴുവൻ നടക്കുന്നത് ദേവാലയവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഈ ജ്ഞാനവും അറിവും പദ്ധതികളെക്കുറിച്ചുള്ള, രക്ഷാകര പദ്ധതികളെക്കുറിച്ചുള്ള ജ്ഞാനവും നമുക്ക് ലഭിക്കേണ്ടത്. ഈ അറിവ് ഇവിടെ നിന്നാണ് ലഭിക്കേണ്ടത്, വചനത്തിൻ്റെ അറിവ്, കൂദാശകളുടെ അനുഗ്രഹം. അപ്പോൾ ദൈവാലയവുമായിട്ട് ബന്ധപ്പെടുത്തിയ ഒരു ജീവിതമാണ് യഥാർത്ഥ വിശ്വാസിക്ക് ഉണ്ടാകേണ്ടത്. അതിൽ നിന്ന് അകന്നു പോകുമ്പോഴാണ് പിശാച് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുക, തിന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. ദൈവവുമായിട്ടും ദൈവാലയവുമായിട്ടും ബന്ധപ്പെടുത്തിയ ഒരു ജീവിതം എനിക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വിജയത്തിലേക്കും വലിയ ഉന്നതിയിലേക്കും നയിക്കും എന്ന ബോധ്യത്തിൽ ഈ വിശുദ്ധ കുർബാനയിലേക്ക് നമുക്ക് കടന്നു വരാം. അതിൻ്റെ അനുഗ്രഹങ്ങൾ മുഴുവൻ ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരുങ്ങി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.